പക്ഷേ 5 മിനിറ്റ് എന്ന് പറയുന്ന തുടക്കം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും ജോസ് സാർ, ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തരുടെയും കഴിവുകൾ മനസ്സിലാക്കി അത് അതിശക്തമായി എങ്ങനെ നടപ്പാക്കാം, ഒപ്പം ക്രിയാത്മക ചിന്ത, ജീവിത വിജയം, ഒപ്പം ഇവിടെ നൈപുണ്യത്തിന്റെ കാര്യമൊക്കെ സൂചിപ്പിക്കണം, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, ഇതൊക്കെ എങ്ങനെ നേടാമെന്ന് പ്രധാനമന്ത്രി അത് കൃത്യമായി സൂചനകളിലൂടെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് നൽകുന്ന ഒരു കരുത്ത് എന്താണ്? യഥാർത്ഥത്തിൽ എനിക്ക് തുടക്കത്തിൽ പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മാർച്ച് മാസത്തിൽ സർക്കാർ ഓഫീസുകളിൽ അല്ലെങ്കിൽ ഓഫീസുകളിൽ ഏറ്റവും കൂടുതൽ അവധിയെടുക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. കാരണം അത് അവധിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ മക്കൾ ഇതുപോലുള്ള പബ്ലിക് പരീക്ഷ എഴുതാൻ പോകുന്നു എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത്. പബ്ലിക് പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ അവധിയെടുത്ത് വീട്ടിൽ കൂടെ ഇരിക്കുന്ന രംഗമാണ് കാണുന്നത്. ഞാനൊരു പരീക്ഷ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ ഒരു പ്രാവശ്യം കണ്ട ഒരു കാര്യമാണ്, ഫസ്റ്റ് ബെല്ലടിച്ചപ്പോഴും കുട്ടി വണ്ടിക്കകത്തിരിക്കുന്നേ ഉള്ളൂ, അപ്പോഴും അമ്മ ബോണറ്റിൻ്റെ പുറത്ത് വെച്ച് ഹോർലിക്സ് കലക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് കൊടുത്ത് കുടിപ്പിച്ചിട്ടാണ് ആ കുട്ടിയെ ഇങ്ങോട്ട് കയറ്റുന്നത്. ഇത്തരത്തിൽ ഈ കുട്ടികളെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കുട്ടികളെ ഈ ഇങ്ങനെ കൂടെ ഇരുന്ന് അവരുടെ കൂടെ എന്താണ് ഞാനില്ലെങ്കിൽ ഇല്ല എന്നുള്ള മറ്റുള്ള ഒരു രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. രക്ഷിതാക്കൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളതെന്നാണ് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അവരുടെ കൂടെ ഫുൾ ടൈം ഇരുന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി വല്ലതൊക്കെ എന്തെങ്കിലും പഠിക്കുന്നവരെയൊക്കെ കാണിക്കുക, അല്ലെങ്കിൽ അവർ പഠിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുമെന്ന് എനിക്ക് ഈ പറഞ്ഞ ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടാകാൻ അത് സഹായിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അവന് സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞൊരു നേരത്തെ ഇവിടെ മാത്യു സാർ ഇവിടെ പറഞ്ഞൊരു വാചകമാണ്, അവർക്ക് എനിക്കൊന്ന് പ്രധാനമന്ത്രി ഉപയോഗിച്ച വാക്കാണ്, അതിൽ സെൽഫ് കറക്ഷൻ ഉണ്ട്. അവൻ ഒരു തെറ്റ് ചെയ്താൽ അവൻ തന്നെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അവന് പഠനം നടക്കുക. അതാണ് പഠനം എന്ന് പറയുന്നത്. പഠനം എന്ന് പറയുന്നത് അവനുണ്ടാകുന്ന പാളിച്ചകൾ, അവനുണ്ടാകുന്ന കുറവുകൾ നികത്തി മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവൻ്റെ ലൈഫ് സക്സസ്ഫുൾ ആവുകയുള്ളൂ. അതിന് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് അവർക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. മാത്യു സാർ പറഞ്ഞു, രക്ഷിതാവ് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം അവരിലുണ്ടാവണം. എന്നാൽ രക്ഷിതാവ് ഫുൾ ടൈം അവരുടെ കൂടെ ഇരിക്കുന്ന ഒരവസ്ഥ നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അവൻ്റേതായ രീതിയിൽ അവൻ ചിന്തിക്കാനും അവൻ്റേതായ രീതിയിൽ പ്രവർത്തിക്കാനും അവൻ്റെ മനസ്സിൽ തോന്നുന്ന നല്ല കാര്യങ്ങളിലേക്ക് വഴി മാറിപ്പോകാനും അല്ലെങ്കിൽ വഴി തെളിച്ചുകൊണ്ട് പോകാനും അതിൽ തെറ്റുണ്ടെങ്കിൽ ആ തീയിൽ ചവിട്ടുമ്പോഴല്ലേ തീയുടെ ചൂട് കുഴപ്പമാണെന്ന് അറിയാൻ കഴിയുള്ളൂ. ഒരിക്കൽ കൈ പൊള്ളിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് കൈ പൊള്ളുന്ന കുഴപ്പമാണെന്ന്. സാറ് പറഞ്ഞ കൈ മുറിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് പരീക്ഷാ സമയത്ത് ഇതൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. കുട്ടികളുടെ പലപ്പോഴും ഞാൻ എല്ലാ വർഷവും ഞാൻ അവസാനം ഈ സെൻഡ് ഓഫ് ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് കുട്ടികളുടെ അടുത്ത്, നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം നടക്കാനും ഇരിക്കാനും ഈവൻ സൈക്കിൾ ചവിട്ടാനും. കാരണം മറിഞ്ഞു വീണ് കൈയും കാലൊക്കെ ഒടിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ പരീക്ഷയെ ബാധിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള ചില ഉപദേശങ്ങൾ കൊടുക്കാനല്ലാതെ നമ്മളെ 24 മണിക്കൂർ അവരുടെ കൂടെ കുട്ടികളുടെ കൂടെ പോകുന്നത് അവരുടെ വികാസത്തിനെ അവരുടെ ബൗദ്ധിക ചിന്തയെയും ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലേക്ക് മാറുമെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അതിന് നല്ല തെളിവുകളുണ്ട്. നമുക്കറിയാം എല്ലാ പരീക്ഷകൾക്കും ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച ആളുകൾ ജീവിതത്തിൽ വിജയിക്കാത്ത അനുഭവം കേരളത്തിൽ തന്നെ നിരവധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ കൂടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് ഇതിൻ്റെ അവസാനമായിട്ട് പറയാനുള്ളത്.